തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും തർക്കം തീരാതെ കോൺഗ്രസ്. പകുതിയിൽ താഴെ സീറ്റുകളിൽ മാത്രമാണ് ഇതുവരെ ധാരണയായിട്ടുള്ളത്. സിറ്റിംഗ് MLA-മാർ അടക്കം 40 പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് ഉടൻ പ്രഖ്യാപിക്കും. ശേഷിക്കുന്നവരുടെ കാര്യത്തിൽ നാളെ നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലാകും തീരുമാനം. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ് എന്നിവരുമായും ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. കോൺഗ്രസിന് സീറ്റ് വിട്ടു നൽകില്ലെന്ന ഉറച്ച നിലപാടിലാണ് ജോസഫ് വിഭാഗം. സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കുമെന്ന് ജോസഫ് പറഞ്ഞു. ഡാൻ കുര്യൻ ചേരുന്നു. ഡാന്, പകുതിയിൽ താഴെ സീറ്റുകളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ചെറിയ പ്രതിസന്ധി അല്ല പാർട്ടിക്ക്. കാരണം കുറഞ്ഞ സമയം മാത്രം, 7 ദിവസം മാത്രമാണ് നോമിനേഷൻ നൽകാനുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ CPM സ്ഥാനാർത്ഥികൾ, CPI സ്ഥാനാർത്ഥികൾ സജീവമായ പശ്ചാത്തലം കൂടി കണക്കിലെടുക്കണം. എന്താണ് നടക്കുന്നത് കോൺഗ്രസിൽ യഥാർത്ഥത്തിൽ? 20 സിറ്റിംഗ് MLA-മാർ ഉൾപ്പെടെ 31 പേരുടെ പട്ടികയ്ക്ക് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉറപ്പ് നൽകിയിരുന്നു. അത് കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ 40 പേരുടെ പട്ടിക ആദ്യഘട്ടത്തിൽ പുറത്തുവിടാനുള്ള നീക്കമാണ് കോൺഗ്രസ് ക്യാമ്പ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശേഷിക്കുന്ന തർക്കം നിലനിൽക്കുന്ന 9 ഇടങ്ങളിലെ കൂടെ പ്രശ്നങ്ങൾ ഇന്നുകൊണ്ട് പരിഹരിച്ച് നാളെ തന്നെ, ഇന്നു വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ 40 പേരുടെ പട്ടിക പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് സജീവമായിരിക്കുന്നത്. പ്രധാനമായി ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളടക്കം ഇന്ന് തന്നെ ഒരു ധാരണയിൽ എത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഫോണിലൂടെയും നേരിട്ടുമൊക്കെ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി 10 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ഇന്നലെ വരെ ജോസഫ് വിഭാഗം ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ആഴ്ച തന്നെ സ്ഥാനാർത്ഥികളെ കൃത്യമായി കളത്തിലിറക്കേണ്ടത് കോൺഗ്രസിന് മുമ്പിൽ ഒരു അനിവാര്യതയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചില വിട്ടുവീഴ്ചകൾക്ക് കേരള കോൺഗ്രസും തയ്യാറായേക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ഇടുക്കി സീറ്റ് വെച്ചുമാറുന്ന കാര്യത്തിലടക്കം ഏകദേശം ഒരു ധാരണയിലേക്ക് നേതൃത്വം ഇപ്പോൾ എത്തുന്നുവെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും 10 സീറ്റുകൾ എന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കാർക്കശ്യം നിറഞ്ഞ ഒരു നിലപാടിൽ ഒരുപക്ഷെ ചില വിട്ടുവീഴ്ചകൾ ഉണ്ടായേക്കാം. അത്തരത്തിലുള്ള ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായി അവരെ അങ്ങ് അവഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാൻ കോൺഗ്രസിന് കഴിയില്ല. അതാണ് ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. അതോടൊപ്പം ലീഗുമായി ബന്ധപ്പെട്ടും പട്ടാമ്പി, അതോടൊപ്പം തന്നെ തിരുവമ്പാടി സീറ്റുകൾ വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. അവിടെ പട്ടാമ്പിയിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കും എന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. അതുകൊണ്ട് തിരുവമ്പാടി ഏറ്റെടുക്കില്ല. പകരം VS ജോയിക്ക് വേണ്ടി തവനൂർ സീറ്റായിരിക്കും പരിഗണിക്കുക എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും തർക്കങ്ങൾ നിലനിൽക്കുന്ന തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ അടക്കം സീറ്റുകളുടെ കാര്യത്തിൽ 2 ദിവസത്തിനകം ധാരണയിലെത്താനാണ് നീക്കം നടക്കുന്നത്. തിരുവനന്തപുരത്ത് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന നേമത്തടക്കം ആരാകണം സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്.